ഐക്യമുറപ്പിച്ചു എന്നാണ് ചോദ്യം. ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ നേതാക്കളുടെ സമ്മേളനത്തിനു ശേഷം, യോഗത്തിനു ശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കേന്ദ്രഭരണമുണ്ടായി എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് സമാനമായിരുന്നു. നമ്മൾ കേന്ദ്രഭരണം, രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ KPCCയിൽ കേന്ദ്രഭരണം ഉറപ്പിച്ച ഒരു ദിവസമായിരുന്നു എന്ന്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതെ, അത് കേന്ദ്രഭരണ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയായി മാറി എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ AK ആൻ്റണി, വയലാർ രവി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ KPCCയുടെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും തലമെടുപ്പുള്ള നേതാക്കന്മാരായി നിന്ന കാലത്ത് നിന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നേതാക്കന്മാരോട് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്, നിങ്ങളുടെ അനൈക്യം ദോഷം ചെയ്യും എന്ന് പറയുന്നത്. ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു AICC ജനറൽ സെക്രട്ടറിക്ക് നേതാക്കളുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പറയേണ്ടി വരികയാണ്, ഭരണവിരുദ്ധ വികാരം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതൊന്നും അവരെ അപമാനിക്കുന്നതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് അവരുടെ മുന്നിലാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുന്നിൽ എത്രയോ AICC കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ വന്നു പോയിട്ടുണ്ട്. ഗുലാം നബി ആസാദ് വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും മുൻപിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊരു വാചകം പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ, ഏതെങ്കിലും ഒരു മുതിർന്ന AICC ജനറൽ സെക്രട്ടറി ശാസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പരസ്യമായ ശാസനയല്ലേ ഒറ്റ വാചകത്തിൽ? KC വേണുഗോപാൽ പറഞ്ഞ എന്താ? മാധ്യമങ്ങളിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈക്കമാൻഡ് എല്ലാവരെയും നിരീക്ഷിക്കുമല്ലോ, കേരളത്തെ മാത്രമല്ലല്ലോ, അതാണല്ലോ ഹൈക്കമാൻഡിൻ്റെ ജോലി. പക്ഷേ പ്രശ്നം എന്താ? അതൊരു കൺട്രോളായി മാറുകയാണ്. ഇതൊരു പ്രധാന വിഷയമാണെന്നേ. കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അനൈക്യമാണ് ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ യോഗ വിഷയം എന്ന് പറയുന്നത് തന്നെ. ആ ഐക്യം ഇല്ലായ്മ എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ PJ കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതല്ലേ, ശശി തരൂരിനെതിരെ? എന്തായിരുന്നു PJ കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാവുന്നതല്ല ഒരു സംസ്ഥാനത്തെ ഒരു മികച്ച കോൺഗ്രസ് നേതാവാകാനുള്ള യോഗ്യത എന്നാണ് PJ കുര്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സോമനാഥനെ പിടിച്ച് നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവാക്കുമോ എന്നുപോലും ചോദിച്ചു PJ കുര്യൻ. ചോദിക്കുന്നത് PJ കുര്യൻ, ചോദിക്കുന്നത് തരൂരിനെതിരെ. നോക്കൂ, അതിനുശേഷം നമ്മൾ എന്താ ഇന്ന് കേരള ഹൗസിൽ കണ്ടത്? ഒരു ഭാഗത്ത് ബെന്നി ബെഹനാൻ രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു, MM ഹാസനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മറുഭാഗത്ത് അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു. തിരക്കിട്ട നീക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് നേതാക്കൾക്കിടയിൽ ഐക്യമില്ല എന്നുള്ളൊരു വിഷയം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചു കാലമായി. പക്ഷേ അതുറപ്പിച്ചത് 2 റിപ്പോർട്ടുകളിലാണ്. ഒന്ന് കനകോലുവിൻ്റെ റിപ്പോർട്ടും, 2 ദീപദാസ് മുൻഷി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും. ദീപദാസ് മുൻഷി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലെ 2 ഭാഗങ്ങളിൽ ഒന്ന് കേരളത്തിലെ നേതാക്കൾക്കിടയിലുള്ള അനൈക്യം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഐക്യം കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്കില്ല എന്നുള്ള വിവരം കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഒരു പടി കൂടി കടന്നിട്ട് പറയുന്നുണ്ട്, നിലവിലുള്ള KPCC അധ്യക്ഷനടക്കമുള്ള നേതൃത്വത്തിന് കേരളത്തിലെ ഈ അനൈക്യത്തെ ഐക്യത്തിലേക്ക് എത്തിക്കാനും ഈ ബൂത്ത് തലത്തിൽ ചലിപ്പിക്കാനുമുള്ള ശേഷിയില്ല എന്ന് പറയുന്നത്. ഈ 2 റിപ്പോർട്ടുകളും ഒരൊറ്റ പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അനൈക്യമാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളിടത്താണ് 2 വഴികൾ വരുന്നത്. ഒന്ന്, ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടുള്ള നേതൃത്വം ഏറ്റെടുക്കുക. KPCC അധ്യക്ഷൻ K സുധാകരൻ അവിടെ ഇരിക്കും. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് ദീപാദാസ് മുൻഷിയിലൂടെ, രാഹുൽ ഗാന്ധിയിലൂടെ, KC വേണുഗോപാലിലൂടെ, മല്ലികാർജ്ജുൻ ഖർഗെ ആയിരിക്കും. അഥവാ ഹൈക്കമാൻഡ് ആയിരിക്കും. ഹൈക്കമാൻഡിൻ്റെ റിമോട്ട് ഭരണം, അഥവാ നേരിട്ട് നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര ഭരണത്തിലുള്ള ഒരു KPCC ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തർക്കം ഇന്നോ ഇന്നലെയോ അല്ലല്ലോ കാണാൻ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ അന്ന് VD സതീശൻ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സ്ട്രാറ്റജി ഒരു മികച്ച സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ സ്ട്രാറ്റജിയെ പോലും തള്ളിപ്പറയാൻ ചില നേതാക്കളെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഈ അനൈക്യത്തിൻ്റെ സൂചനയാണ്. ഒരു ഭാഗത്ത് VD സതീശനെ അനുകൂലിക്കാത്ത ആളുകൾ, VD സതീശനും K സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വേദിയിൽ തുറന്നു വരുന്നത് കണ്ടു. ഇതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അനൈക്യം ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അടൂർ പ്രകാശിനെതിരെ ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്, അടൂർ പ്രകാശിൻ്റെ ബിജു രമേശുമായിട്ടുള്ള ബന്ധത്തെ മുൻനിർത്തി
മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ പദവി അട്ടിമറിക്കാൻ ചില നേതാക്കൾ നീക്കം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം. അത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കില്ല. രമേശ് ചെന്നിത്തലയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ ആളാണ് ബിജു രമേശ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയുടെ പിന്തുണ അടൂർ പ്രകാശിന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ആ നീക്കം. അതൊക്കെ നടന്നു. ഇവിടെ ഇത് നമ്മൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതാണ് ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ന് യോഗം ചർച്ച ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലെ ഒരു ഘടകം. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഊർജ്ജം ചെലവാക്കുന്നത്, ആഭ്യന്തര ശത്രുക്കളോട് കിടപിടിക്കാൻ വേണ്ടിയാണ്. ഇതാണ് പ്രശ്നം. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ശത്രുക്കളെ തിരിച്ചറിയുക, അവൻ ആ അധികാരത്തിൽ പൊസിഷനിലേക്ക് എത്തുന്നത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ അപകടം മുന്നിൽ വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ആകെ പ്രതീക്ഷയുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ആസാമിൽ വലിയ പ്രതീക്ഷയൊന്നും അവർ വയ്ക്കുന്നില്ല ഈ ഘട്ടത്തിലും. ഹിമന്ത ബിശ്വ ശർമ്മയും ഗൗരവ് ഗഗോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ നിലവിൽ അവരുടെ പ്ലാറ്റ്ഫോം ആസാമിൽ അനുകൂലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെയും ഒരു പോരാട്ടത്തിന് അവർ ഇന്നലെ ഗൗരവ് ഗഗോയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തു. ഗൗരവ് ഗഗോയി ഇന്നലെ മാറ്റിയിട്ടില്ല. ഇന്നലത്തെ ആസാമിലെ ചർച്ചയിലും ഗൗരവ് ഗഗോയി മാറ്റിയിട്ടില്ല. പക്ഷേ ഈ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് ചില ഘടനാപരമായ തീരുമാനങ്ങളിലായിരിക്കും. കാര്യം ശശി തരൂരിനെ അടക്കം അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലായിരിക്കും ആ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇവിടെ K. സുധാകരനെ മാറ്റുക എന്നതിനും അപ്പുറത്തേക്ക് ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഗൗരവമേറിയ ചർച്ച നടന്നു. അതിന് 2 സൊല്യൂഷനുകളിൽ ഒന്ന്, കേന്ദ്രത്തിൻ്റെ റിമോട്ടിൽ KPCC കുറച്ചു കാലം മുന്നോട്ട് പോവുക. അതെങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നിരീക്ഷിച്ചതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി വേണ്ടി വന്നാൽ ഈ നേതൃസ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റി അവിടെ ബെന്നി ബെഹനാനെയോ അടൂർ പ്രകാശിനെയോ എത്തിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് സപ്പോർട്ട് ഇന്നലെ വരെ അടൂർ പ്രകാശനായിരുന്നെങ്കിൽ അത് വളരെ പെട്ടെന്ന് ബെന്നി ബെഹനാൻ അനുകൂലമായി ഷിഫ്റ്റ് ചെയ്യുന്നു. A ഗ്രൂപ്പിലും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ബെന്നി ബെഹനാൻ ഏറുന്നു. ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ബെന്നി ബെഹനാന് കിട്ടുന്നു. അതേസമയം ഈഴവ വോട്ട് ബാങ്ക് അതേപടി പിടിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാവുന്നു. കാര്യം അപ്പുറത്ത് BDJS ശക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ബെന്നി ബെഹനാനും അടൂർ പ്രകാശും അധ്യക്ഷ പദവിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും മറുഭാഗത്ത് ഹൈക്കമാൻഡിൻ്റെ ഒരു റിമോട്ട് കേന്ദ്ര ഭരണം KPCCയിൽ വരാൻ പോകുന്നു എന്നതുമാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം നേതാക്കൾ നൽകിയ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൊടിക്കുന്നിൽ പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല കെട്ടുകളായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് ഇനി ഒറ്റക്കെട്ടാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ കൂടിയായിരുന്നു. അല്ല, ഇതിനകത്ത് ഇപ്പൊ CPM സംസ്ഥാന സമിതി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ്. ഗോവിന്ദ മാസ്റ്റർ പറയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ AK ബാലൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ച അതിനുള്ളിലുണ്ടായിരുന്നു എന്നുള്ള അനേക്യം സംശയം. മാത്രമല്ല, നോക്കൂ, ഈ 6 മുതൽ 9 തീയതി വരെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുക. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ, ഏതെങ്കിലും നേതാക്കൾ ഗോവിന്ദൻ മാഷിനെ മാറ്റാൻ പോകുന്നുവെന്നോ ഗോവിന്ദൻ മാഷിന് പകരം മറ്റാരാണ് വരാൻ പോകുന്നത് എന്നൊരു ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. കാര്യം എന്താ? അവിടെ ആ പാർട്ടി അതിനുള്ളിൽ ആ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഒരു 3-4 ദിവസത്തെ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി അതാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഭാഗത്ത് വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ്ഡ് ആയി താഴെത്തട്ട് മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി ചിട്ടയായി കേഡർ സ്വഭാവത്തുള്ളിൽ പോകുന്നു. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടതല്ലേ സെമി കേഡർ ആക്കാൻ ഒരു നീക്കം നടത്തുന്നു. എപ്പോഴാണ് നമ്മളിത് കേട്ടത്? K. സുധാകരൻ വരുമ്പോൾ. K. സുധാകരൻ ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ K. സുധാകരൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു CPM-നെ പോലെ ഒരു കേഡർ പാർട്ടി അല്ലെങ്കിൽ പോലും ഇതിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ വലിയ ചർച്ചകൾ നടന്നു. എങ്ങനെയാണ് കോൺഗ്രസ് പോലെ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ഒരു കേഡർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക? അതിനെ ഏതാശയമാണ് യോജിപ്പിക്കുന്നതൊരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് വിമർശനാത്മകമായി അതൊരു ബഹുജന പാർട്ടിയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള വർഗമോ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമോ ആ കോൺഗ്രസിനെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് CPM-നെ തൊഴിലാളി വർഗ്ഗ പാർട്ടി എന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ നിന്നൊക്കെ പാർട്ടി പോയി ഇൻവെസ്റ്റ് കേരള മീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള മാറ്റമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം, അഥവാ മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ മാറ്റമായിട്ടൊക്കെ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എന്താ? സ്ഥാപിത താല്പര്യക്കാരായിട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യ ഗ്രൂപ്പുകളുടെ കൂട്ടം എന്ന നിലയിൽ നിന്നും പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വത്തെ മുൻനിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ഇന്നിപ്പോൾ ചോദിക്കണം ഏറ്റവും സെക്യുലറായ കേരളത്തിലെ പാർട്ടി ഏതാ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ 2 പാർട്ടിയുടെ പേര് എല്ലാവരും കണ്ണടച്ച് പറയും. CPM-ഉം അതായത് പ്രധാനമായിട്ടും CPM-ഉം കോൺഗ്രസുമാണ് എന്നെല്ലാവരും പറയും. കോൺഗ്രസ് എത്രത്തോളം മതേതരമാണോ അതിനേക്കാൾ ഒരു പടി കൂടി മതേതരമാണ് എന്ന്
അവകാശപ്പെടുന്നവരാണ് CPIM. ഇനി ഈ തൊഴിലാളി വർഗത്തിന് ഗാന്ധിയൻ സോഷ്യലിസം നടപ്പിലാക്കാൻ പറ്റിയ പാർട്ടിയാണോ കേരളത്തിലെ കോൺഗ്രസ്? അതതിനേക്കാൾ CPM അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേമ പദ്ധതികൾ അവിടെ കണക്ക് പറഞ്ഞാണ് CPM പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് 1200 രൂപ കൊടുക്കുന്നു. അന്ന് ആശാ വർക്കർമാർക്ക് 500 രൂപയാണ് കൂട്ടിയതെങ്കിൽ ഞങ്ങൾ 6000 രൂപ കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിന് കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയില്ല. ദാറ്റ്സ് വെരി ക്ലിയർ. ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിയല്ല തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്നത്. കോൺഗ്രസ് ഒരു കാലത്തും ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നേരിട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പകരം അതിന് CPM വിരുദ്ധതയിൽ, ഇടതുപക്ഷത്തിൻ്റെ വിരുദ്ധതയിൽ ആൻറ്റി ഇൻകുംബൻസിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് വ്യക്തമായ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള ഒരു ബദൽ ഇതുവരെയും കോൺഗ്രസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കോൺഗ്രസ് എത്ര സമരം സംഘടിപ്പിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ? എത്ര സമരങ്ങൾ! ഏറ്റവും ഒടുവിൽ സംഘടിപ്പിച്ച സമരമായിരുന്നില്ലേ മലയോര സമരജാഥ? അതിൻ്റെ അവസാനം നമ്മൾ അന്ന് പറഞ്ഞതുപോലെ, ചർച്ചയിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? അതിനൊരു സമാപനം ഉണ്ടായോ? അതിനു മുൻപ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി നടത്തിയൊരു ജാഥ ഉണ്ടായിരുന്നല്ലോ. ആ ജാഥയും അവസാനിച്ചത് നമ്മൾ കണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ നവകേരള സദസ്സിന് ബദലായിട്ട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചില്ലേ? ആ ജനസദസ്സ് എത്ര എണ്ണം നമ്മൾ കണ്ടു? അപ്പോൾ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന UDF ഇന്നലെ തീരുമാനിച്ചത് സമര പരമ്പര വേണം എന്നുള്ളതാണ്. ഇപ്പോൾ തീരദേശത്തെ ഹർത്താൽ, അതിൽ CPM പങ്കാളികളാവുന്നു, UDF പങ്കാളികളാവുന്നു. UDF ഒറ്റയ്ക്ക് അതിന് സമരത്തെ നേരിടാമെന്ന് പറയുന്നു. വയനാട് രാപ്പകൽ സമരം നടന്നു. അതാണ് അടുത്ത കാലത്ത് ശ്രദ്ധേയമായ ഒരു ദിവസത്തെ സമരം രാപ്പകൽ സമരമാണ്. പല സമരങ്ങളും യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾ, ചെറുപ്പക്കാരിറങ്ങി സമരം ചെയ്യുന്നുണ്ട്. അവരാണ് വിസിബിളായിട്ടൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവർ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ. ആ വിഷയങ്ങൾ ആ സമരത്തിന് ശേഷം അവസാനിച്ചു പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്? ഏതെങ്കിലും കേരളത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന വലിയ സമരം ഏറ്റെടുത്തതായി കോൺഗ്രസിന് അവകാശപ്പെടാനില്ല. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, 2026 CPM സർക്കാരിൻ്റെ ആശയങ്ങൾക്ക് അപ്പുറം, CPM പിണറായി സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിനുമപ്പുറം മികച്ച ഭരണം ഉറപ്പാക്കുന്ന ഒരു ബദൽ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനുള്ള എന്ത് പ്രവൃത്തിയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്? ഇതിലെല്ലാം പോട്ടെ, സംഘടനാപരമായി ബൂത്ത് തലത്തിൽ മുതൽ ഈ 21 കഴിഞ്ഞ തവണ ജയിച്ച 21 മണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടി വിജയിക്കാനുള്ള എന്ത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്? എന്ത് ആശയമാണ് അവർ ചെയ്തത്? ആ സ്ട്രാറ്റജി ആയിരുന്നു VD സതീശൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. 63 മണ്ഡലങ്ങളിലേക്ക് കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് A, B, C എന്നീ ക്ലാസിഫൈ ചെയ്ത് ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകം സ്ട്രാറ്റജി വേണം എന്നത് നിർദ്ദേശിച്ചു. പക്ഷേ അതിനെ ആ നിമിഷം തന്നെ നമ്മൾ തള്ളിക്കളയുന്ന സാഹചര്യമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ കണ്ടത്. അപ്പോൾ ഐക്യം ഉറപ്പിച്ചു എന്ന ചോദ്യത്തിന് ഐക്യം ഉറപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തു എന്നതാണ് എൻ്റെ ടേക്ക്. അതാണെന്ന് K. സുധാകരൻ പറഞ്ഞത്. ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രതിജ്ഞ എടുത്തു വന്നിരിക്കുന്നു. കൊച്ചി കേരളത്തിൻ്റെ ഭരണം UDFിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിജ്ഞ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. 3 കാര്യങ്ങൾ അവിടെ നടക്കണം. അവിടെ ഒരു മെസ്സേജ് നിങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ UDF സർക്കാർ LDF സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുക? എങ്ങനെയാണ് കേരളത്തിലെ PWDയെ, റോഡുകളെ, ഇനി വരാൻ പോകുന്ന ഹൈവേകളെയൊക്കെ മുൻനിർത്തിയായിരിക്കും ചർച്ച വരാൻ പോകുന്നത്, മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ പോവുക? എങ്ങനെയാണ് നിങ്ങളുടെ വ്യവസായികമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക? എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ ഈ LDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് കൊണ്ടുപോകുക? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഭക്ഷ്യ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ്, ഇതിനേക്കാളെല്ലാം അപ്പുറം കേരളത്തിൻ്റെ വരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നത്? എന്തും മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോരാടുന്നു എന്നതിനും അപ്പുറത്തേക്ക് ആ അർത്ഥത്തിലൊരു ഭരണമാറ്റത്തിലേക്ക് നയിക്കാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, ഒരു സ്ട്രാറ്റജി; 2, പാർട്ടി ഓർഗനൈസേഷൻ; 3, പാർട്ടിയുടെ ലീഡർഷിപ്പ്. ഇത് 3 ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള ശ്രമം നടത്തണം എന്നുള്ള ഒരു അൾട്ടിമേറ്റം കൊടുക്കലായിരുന്നു. ആ അർത്ഥത്തിൽ ഒരുതരം ശാസനയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡിൻ്റെ കേന്ദ്രഭരണമാണ് ഇന്നത്തെ യോഗത്തിൻ്റെ സമാപ്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ പരിണിത ഫലമായി ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.